പ്രിയ കൂട്ടുകാരെ, ഇന്നലെ ഞാൻ ഈ കാട് വെട്ടുന്നതിനെ പറ്റി പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ഇട്ടപ്പോൾ അതിൽ മുഹമ്മദ് എന്ന പേരിലൊരാൾ വന്ന് കമൻ്റ് ഇട്ടിരിക്കുക, നീ പോയി നിൻ്റെ പറമ്പിലെ കാട് വെട്ടിടുന്നു. നിങ്ങൾ നോക്കട്ടോ, ഇതേ ഇതുമാതിരി വീടുകൾ, ഇതേ ഈ കാണുന്നത് എൻ്റെ വീട്. അതിന് മുമ്പിലാണ് ഈ പാടം, ഇതിങ്ങനെ വെറുതെ കിടക്കുന്നൊരു പാടം, കാട് പിടിച്ച് കിടക്കുന്നത്. അതിനപ്പുറത്ത് അവിടെയും വീടുകളുണ്ട്. ഈ പാടത്തു നിന്നൊക്കെ മൂർഖൻ പാമ്പ് പലപ്പോഴും കയറി വരാറുണ്ട്. ഈ പാടത്തിൻ്റെ ഉടമസ്ഥയുടെ പറമ്പ് തന്നെയാണ് ഈ കാണുന്ന പറമ്പ്. ഇതും നോക്ക്, കാട് പിടിച്ച് കിടക്കുന്നു. ഇപ്പം അത് വേറെ ആർക്കോ വിറ്റു, പക്ഷെ അവരും അതേ സ്ഥിതി തന്നെ. കാട് കണ്ടോ, ഒരാൾ പൊക്കത്തിലാണ് കാട്. നോക്ക്, 6.5 സെൻറ്റ്. ഇതിനപ്പുറത്തും 2 വീടുകളുണ്ട്. ഇതിനകത്തും മൂർഖൻ പാമ്പ് വരാറുണ്ട്. നോക്ക്, അയാൾ പറഞ്ഞു എൻ്റെ വീട്ടിലെ പറമ്പിലെ കാട് വെട്ടാൻ. ഞാൻ കാണിച്ചുതരാം എൻ്റെ പറമ്പിൽ എന്തോരം കാടുന്നത്. ഇതൊരു കൊന്നയാണ്, അത് ഞങ്ങൾ ഇടയ്ക്ക് വെട്ടി തെങ്ങിനിടാറുണ്ട്. നോക്ക്, ഇവിടെ എന്തുമാത്രം കാടുണ്ടെന്ന്. ഒരു നോനി, ഒരു റംബുട്ടാൻ, ഇതേ ഒരു നാരകം, ഒരു കൊന്ന, ഒരു ദന്തപ്പാല, അതും ഇടയ്ക്ക് വെട്ടാറുണ്ട്. പിന്നെ ഇങ്ങോട്ട് തിരിഞ്ഞാൽ ഒരു ചെടിമരം, പിന്നെ ഒരു ആടലോടകം, ഒരു മൈലാഞ്ചി, ഒരു മണി പ്ലാന്റ്, ഇങ്ങനെ. ഇങ്ങോട്ട് തിരിഞ്ഞാൽ ഇവിടെ ഉള്ളത് ഒരു ഔഷധ ചെടി, ഇത് വാതക്കൊല്ലി എന്ന് പറയും. പിന്നെ ഇത് കസ്തൂരി മഞ്ഞൾ. ഇതാ ചട്ടിയിൽ കുരുമുളക്, ചെമ്പരത്തി, പിന്നെ ഒരു ലൂവി. പിന്നെ ഇതിവിടെ ഒരു ആത്തപ്ലാവ് നിൽക്കുന്നുണ്ട്. അതിൻ്റെ ചവറൊക്കെ വീണ് ഞങ്ങൾ കത്തിച്ച് കളയാത്തത്, അതൊക്കെ ഇടുന്ന് മണ്ണാവാൻ വേണ്ടിയാണ്. ഇതാ ഒരു ഇരുമ്പമ്പുളി. ചവറുകളൊക്കെ ഇങ്ങനെ കൂട്ടിയിട്ടിട്ടുണ്ട്, അത് മണ്ണാവാൻ. ഇത് ഭയങ്കര ഉറപ്പുള്ള മണ്ണാണ്. തെങ്ങിൻ്റെ കടയ്ക്കും അതുപോലെ ഇട്ടിട്ടുണ്ട്. പോടാ പോടാ പോടാ, മാറിയിടാ. ഇനി ഇങ്ങോട്ട് കിടന്നു, ഇവിടെ ഒരു ചെറിയൊരു തുണ്ടും കൂടി ഉണ്ട് ഞങ്ങൾക്ക്. അതെ, ആ പറമ്പിൻ്റെ പിന്നമ്പുറമുണ്ട് ഈ കാണുന്നത്. ഇതാ ഇവിടെ ഒരു പ്ലാവ് നിൽക്കുന്നു. പിന്നെ 2 കസ്തൂരി മഞ്ഞൾ, പിന്നെ ചേമ്പ്, ഇതാ ഒരു മാവും തൈ, പ്ലാവ്, പിന്നെ കുറച്ച് മധുരക്കിഴങ്ങ് വള്ളി പടർന്നുണ്ട്. കണ്ട, ഇതാണ് ഞങ്ങളുടെ കാട്. അവൻ പറഞ്ഞു പോയി കാട് വെട്ടാൻ. ചേമ്പ് അവൻ വന്ന് കാണട്ടെ. അവൻ്റെ ഓരോ ഫേസ്ബുക്കല്ല കുറേ കമൻറ്റോളികൾ ഇറങ്ങിയിട്ടുണ്ട്. ഈ കാടൊക്കെ നോക്കി കണ്ട, ഞാൻ പറഞ്ഞതിൽ വല്ല തെറ്റുണ്ടോ? എന്ത് കാടാന്ന് നോക്ക്. ഈ 6.5 സെൻറ്റ് പറമ്പിൽ ഇതിനുള്ളിൽ നിന്ന് എലി തുളച്ചിട്ടുള്ള മാളത്തിൽ കൂടെ പാമ്പൊക്കെ കടന്നു വരാറുണ്ട്.